പണ്ടാറടങ്ങാൻ. സിനിമക്ക് തിരക്കഥ എഴുതണമെന്ന് പറഞ്ഞിട്ട് പ്രൊഡ്യൂസർ റൂം എടുത്ത് തന്നിട്ട് മാസം 1 ആയി. ഇതുവരെ കഥ പോയിട്ടൊരു ത്രെഡ്. മനസമാനക്കേടും പ്രൊഡ്യൂസർ തെറി വേറെയും. വല്ല കൂലിപ്പണിക്ക് പോയാൽ മതിയായിരുന്നു. ആ ദേ വിളിക്കണ് പ്രൊഡ്യൂസർ ആവല്ലേ. ഹലോ ഹലോ, ഞാനാണ് പ്രൊഡ്യൂസർ ബാലഗോപാലൻ. ഓക്കെ സാർ പറഞ്ഞോളൂ. എന്തായാലും നടന്നോ? പിന്നെ ഇന്ന് കാലത്ത് എഴുന്നേറ്റ് കുറച്ച് നടന്നു സാർ. അത് ഇന്ന് നടക്കും സാർ. നടക്കും. ഇങ്ങനെ പോയാലേ തനിക്കൊക്കെ ചെല്ലും ചെലവിന് തന്നെ കാറൊക്കെ വിറ്റ് ഞാൻ നടക്കേണ്ടി വരും. എനിക്ക് അതേതാനും ദിവസങ്ങൾക്കകം സംഭവിക്കും സാർ. എന്റെ കാർ വിൽക്കുന്ന അല്ല, അതല്ല, ഏതാനും നിമിഷങ്ങൾക്കകം ഏതെങ്കിലും ഒരു കഥയുടെ ബീജം എന്നിൽ വന്ന് വീഴും സാർ. എങ്കിൽ തനിക്ക് കൊള്ളാം. കുറച്ച് കഴിയുമ്പോ ഞാൻ ഒന്നുകൂടി വിളിക്കും. അപ്പ കഥ ശരിയായിട്ടില്ലെങ്കിൽ തന്റെ കഥയും വേണ്ട, ഒന്നും വേണ്ട. കേട്ടോ? വെക്കണ ഫോൺ. ദൈവമേ. യെസ് കമ്മിങ്. ചായ. ഇതെങ്കിലും മര്യാദക്ക് നടക്കുന്നുണ്ടല്ലോ, അത് മതി. എന്താ പേര്? രവി. രവിയാ? വെരി ഗുഡ്. രവിയുടെ വീട് എവിടെയാ? ആലുവ മണപ്പുറത്തിനടുത്താ സാർ. ആലുവ മണപ്പുറത്താ? പിന്നെന്തൊക്കെയുണ്ട്? വീട്ടിലാരൊക്കെ ഉണ്ട് സാർ? എന്റെ കഥ സാർ കേക്കണം സാർ. കഥ എന്റെ കഥ കേട്ട് കഴിഞ്ഞാൽ സാറ് സങ്കടപ്പെടും. സാറിന് അറിയാവോ, എന്റെ വീട്ടിൽ ഞാനുണ്ട്, അച്ഛനുണ്ട്, എന്റെ 2ാം അമ്മയുണ്ട്, പിന്നൊരു പെങ്ങളുണ്ട്. അപ്പൊ അമ്മ അച്ഛനായിട്ട് പിണങ്ങിപ്പോയി, വേറെ വിവാഹം കഴിച്ചു. അതെന്താ കാരണം? അത് അമ്മ ജോലി എടുത്തോണ്ട് വരുന്നത് അച്ഛന് ഇഷ്ടമല്ല. ഈ വീട്ടിൽ ഒരു പെണ്ണ് വേല എടുത്തോണ്ട് വന്ന് കഴിയേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞ് അച്ഛൻ ഭയങ്കര ഉടക്കായി. വെരി ഗുഡ്. നാട്ടിലുള്ള ആണുങ്ങൾ അങ്ങനെയാണ്. കറക്റ്റ്. അവരത് അംഗീകരിക്കില്ല. ആട്ടെ, അച്ഛനെന്താ പണി? അച്ഛനിപ്പോ ഒരു പണിയില്ലാതെ വീട്ടിൽ ഇരിക്കുക. അത് ശരി. ബാക്കി കഥ പറയൂ. എന്റെ പെങ്ങളെ പഠിപ്പിക്കണം, അവളെ നല്ല രീതിയിൽ കെട്ടിച്ചു വിടണം. ഇതൊക്കെയാണ് എന്റെ ചിന്ത. എന്റെ ഒറ്റൊരുത്തന്റെ ചെലവോട്ടാണ് എന്റെ വീട് കഴിയുന്നത്. ബാക്കി പറഞ്ഞിട്ട് പോയാ മതി. അല്ല സാർ, ചായ അപ്പുറത്തെ റൂമിൽ കൊടുക്കാൻ. അല്ല സാർ, ചായ കൊടുത്തിട്ട് വരാം സാർ. എന്നാ ചായ എടുത്തിട്ട് പെട്ടെന്ന് വാ. ഓക്കെ, പെട്ടെന്ന് വാ. കഥ കിട്ടി സാർ. കഥയുടെ ബീജം കിട്ടിക്കഴിഞ്ഞു സാർ. എന്താണോ? പ്രശാന്ത സുന്ദരമായ ആലുവ മണപ്പുറം. ആ മണപ്പുറത്ത് ആലുവ പുഴ കരികിലാണ് നമ്മുടെ നായകന്റെ വീട്. നായകൻ അച്ഛനും 2ാം അമ്മയും ഒരു പെങ്ങളും മാത്രമേ ഉള്ളൂ സാർ. ഈ അച്ഛന്റെയും 2ാം അമ്മയുടെയും ഈഗോ ക്ലാഷിൽ കിടന്ന് ഞെരിപിരി കൊള്ളുകയാണ് സാർ നമ്മുടെ നായകൻ. ബാക്കി കഥ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ സാർ. ഞാനൊരു 5 മിനിറ്റ് എന്റെ സാറിനെ വിളിക്കാം. എന്റെ കഥ എത്തിക്കഴിഞ്ഞു സാർ. സാർ ഇങ്ങ് വന്നേ. ബാക്കി കഥ പറ സാർ. എന്റെ കുടുംബത്തിന്റെ കഥ എന്ന് പറഞ്ഞാൽ, പറയൂ. എന്റെ കുടുംബത്തെക്കാൾ ഇപ്പൊ വിഷമം എന്റെ രശ്മിയാണ്. രശ്മിയോ? അതാരാ? എന്റെ കാമുകിയാ. വെരി ഗുഡ്. കാമുകി കഥക്കൊരു നല്ല ടീം പറഞ്ഞോളൂ. പിന്നെ സാർ, ഈ രശ്മി എന്റെ വീട്ടിൽ കൊണ്ടുവരണമെന്നുണ്ട്. പക്ഷെ എന്റെ സാമ്പത്തിക സ്ഥിതി എന്നെ അനുവദിക്കുന്നില്ല സാർ. എന്തുകൊണ്ട് നിന്റെ സാമ്പത്തിക സ്ഥിതി അതിന് അനുവദിക്കുന്നില്ല? എനിക്ക് സാമ്പത്തിക കുറവല്ലേ സാർ. എന്റെ ഒരു വരുമാനം കൊണ്ടാണ് കുടുംബങ്ങൾ കഴിയുന്നത്. അതെ. പിന്നെ ഞാൻ നിർബന്ധിച്ച് വിളിച്ചോണ്ട് വന്നാൽ തന്നെ ലക്ഷ്മിയുടെ വീട്ടുകാർ സമ്മതിക്കുന്നില്ല. പറയണം, എന്തുകൊണ്ട് രശ്മിയുടെ വീട്ടുകാർ നല്ലൊരു ജീവിതത്തിന് അവളെ വിടുന്നില്ല? എന്റെ പൊന്ന് സാറ്, ഈ രശ്മിയുടെ ഒറ്റ വരുമാനം കൊണ്ടാണ് ആ കുടുംബം മൊത്തം കഴിയുന്നത്. വെരി ഗുഡ്. ഞാൻ രശ്മിയെ വിളിച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ ആ സാമ്പത്തികം അവർക്ക് ഇല്ലാതാകില്ലേ? പ്രാരാബ്ധക്കാരിയായ നായിക. അല്ല സാറേ, എനിക്കൊരു ഫോൺ. അയ്യോ, എന്റെ സാറ് വിളിക്കുന്നു. ഏത് സാറ്? സാറൊക്കെ അവിടെ സാറ് എന്റെ ദൈവമാണ്. എന്റെ കാണപ്പെട്ട ദൈവമാണ്. ഏതാണ് ഈ ദൈവം? ഈ ലോഡ്ജിന്റെ ഉടമസ്ഥൻ. അതെയാ? എനിക്ക് സാറിന്റെ കോളൊന്ന് അറ്റൻഡ് ചെയ്തിട്ട് എന്തോ കാര്യം ഒന്ന് ചോദിച്ചിട്ട് വരാം. പെട്ടെന്ന് അറ്റൻഡ് ചെയ്തിട്ട് വാ. ഹലോ. ദൈവം, ഈ ദൈവത്തിന്റെ കറുത്ത മുഖംമൂടി ഞാൻ പിച്ചി ചീന്തും. ഒരു മിനിറ്റ്. സാർ, കഥയുടെ ബാക്കി കേട്ടോളൂ സാർ. നമ്മുടെ നായകന് സുന്ദരിയായ ഒരു കാമുകി. പക്ഷെ ഒരിക്കലും കാമുകിയെ നായകന് വീട്ടിൽ കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. പ്രാരാബ്ദം. അതുപോലെ തന്നെ നായികയെ പറഞ്ഞു വിടാൻ നായികയുടെ വീട്ടുകാര് സമ്മതിക്കുന്നില്ല സാർ. മറ്റൊന്നും കൊണ്ടല്ല, അവളുടെ വരുമാനം കൊണ്ടാണ് അവരവിടെ ജീവിക്കുന്നത്. ബാക്കി കഥ വന്നുകൊണ്ടേയിരിക്കുന്നു സാർ. എന്റെ അടുത്തെത്തി കഴിഞ്ഞു. സാർ, ഞാൻ 5 മിനിറ്റ് വിളിക്കാം. ബാക്കി പറ എന്റെ രവി.
സാർ ഈ മോലാളിയാണ് എനിക്ക് ഒരു ഗതിയും പരഗതി ഇല്ലാത്ത സമയത്ത് ജോലി തന്നത്. ആ മോലാളിയാണ് എന്റെ കാണപ്പെട്ട ദൈവം. ഈ മോലാളിക്ക് എന്റെ വീടിന്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരു 4 ഏക്കർ തെങ്ങുംപുരയിടം ഉണ്ട്. അപ്പൊ ഈ തെങ്ങുംപുരയിടത്തിൽ എന്നും മോലാളി വരും. ഈ മോലാളി അങ്ങനെ എന്നെ കാണുകയും എനിക്ക് ജോലി തരികയും ചെയ്തു. അങ്ങനെയാണ് രവി ലോഡ്ജിലെത്തിയതല്ലേ? അതെ. ബാക്കി പറ. സാറേ ഞാൻ അപ്പുറത്തെ റൂമിൽ ഒന്ന് പോയിട്ട് എന്റെ രവി ബാക്കി പറഞ്ഞിട്ട് പോയാ മതി. സാറേ അത്യാവശ്യം മോലാളി പറഞ്ഞു അപ്പുറത്തെ റൂം ഒന്ന് ക്ലീൻ ചെയ്യാൻ പറഞ്ഞു. ശരി എന്നാ പെട്ടെന്ന് വാ. ആ. പെട്ടെന്ന് വാ. ഓക്കേ. പെട്ടെന്ന് വരണേ. സാർ ഹലോ, എന്തായാലോ തന്റെ ബാക്കി കഥ? ഇനി ഞാൻ പറയുന്നത് സാർ ശ്രദ്ധിച്ച് കേൾക്കണം. കേൾക്കാം പറയൂ. വലിയൊരു മുതലാളിയുടെ കീഴിലുള്ള ഒരു ചെറിയ തൊഴിലാളിയാണ് സാർ ഞങ്ങളുടെ നായകൻ. ആണോ? ഇനിയാണ് സാർ ഉദ്യോഗം നിറഞ്ഞ രംഗങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ക്ലൈമാക്സ് പറയണോ? ക്ലൈമാക്സ് 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 വന്നുകൊണ്ടിരിക്കുകയാണ് സാർ. എന്താണ് ഇതാ ക്ലൈമാക്സ്? ക്ലൈമാക്സ് അടുത്തെത്തി കഴിഞ്ഞു. ക്ലൈമാക്സ് അടുത്ത്. ഞാൻ 5 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കാം. അപ്പൊ ക്ലൈമാക്സ് പറയണോ രവി? ക്ലൈമാക്സ്. ക്ലൈമാക്സോ? പിന്നെ അതല്ല കഥയുടെ ടേണിംഗ് പോയിന്റ്. കഥയുടെ ടേണിംഗ് പോയിന്റ് വേണ്ട വേണ്ട വേണ്ട, ഞാൻ തന്നെ പറഞ്ഞോളാം. ആ. നിങ്ങളുടെ തൊട്ടടുത്തുള്ള ആ തെങ്ങുംതോപ്പിൽ നിങ്ങളുടെ മുതലാളി എല്ലാ ദിവസവും വരാറുണ്ട്. എന്നും വരും. വെരി ഗുഡ്. അങ്ങനെ എന്നും ആ തെങ്ങുംതോപ്പിൽ വരുന്ന ആ മുതലാളിയുടെ കണ്ണിൽ നിങ്ങളുടെ പെങ്ങളെ ദൃഷ്ടിപ്പെടുന്നു. സാറേ ഇനി ദൈവമാണ് മോലാളി. അങ്ങനെ നിങ്ങളുടെ പെങ്ങളെ കണ്ട് കോരിത്തരിച്ച മുതലാളി ആരോരുമില്ലാത്ത നേരത്ത് പതുക്കെ പതുക്കെ നിങ്ങളുടെ വീട്ടിലേക്ക് ഇങ്ങനെ ഒളിച്ചൊളിച്ചു പോകുന്നു. സാറേ ഇനി ദൈവമാണ്, കാണപ്പെട്ട ദൈവമാണ്. ഇരുട്ടറയിൽ എവിടെയോ മറഞ്ഞിരിക്കുന്ന നിങ്ങളുടെ പെങ്ങളുടെ അടുത്തേക്ക് ആ കസ്മലൻ, ആ കഴുകൻ പതുക്കെ പതുക്കെ ചെന്ന് പിറകിൽ നിന്ന് ഒരു ഗർജിക്കുന്ന സിംഹത്തെ പോലെ ചാടി വീണു. അവളെ പിച്ചി ചിന്തിയടോ, പിച്ചി ചിന്തി. അയ്യോ അയ്യോ എന്താടോ എന്റെ മോലാളിയെ കുറിച്ച് അപമര്യാദയായിട്ട് അവൻ സംസാരിച്ചു. അവൻ എന്താ പറഞ്ഞ? വെറും വൃത്തികെട്ട രീതിയിൽ അവൻ സംസാരിച്ചു. എന്റെ പെങ്ങളെ സാറ് റേപ്പ് ചെയ്യുന്നത്. ആണാ? ഹലോ, ക്ലൈമാക്സ് എന്തായിരുന്നു? ആയോ? നിങ്ങളുടെ പെങ്ങൾ ഒരു ഗർഭിണിയായി മാറുന്നു. എടാ, ഹലോ, ക്ലൈമാക്സിനെ കുറിച്ച് ഞങ്ങൾ ഇപ്പൊ തീരുമാനിച്ചിട്ടില്ല. 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വരാമെങ്കിൽ ക്ലൈമാക്സ് എന്താന്ന് കാണാം.